പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് 3-ാം ക്ലാസ്സിലെ കേരള പാഠാവലി ഭാഗം 2-ലെ 6-ാമത്തെ യൂണിറ്റിലെ വീട് വലുതാവുന്നു എന്ന പാഠമാണ്. എല്ലാവർക്കും അമ്മയാം ഭൂമി. ജനിച്ചപ്പോൾ നാമെല്ലാം എത്ര ചെറുതായിരുന്നു. പിന്നെ വളർന്നു വലുതാവുകയല്ലേ നമ്മൾ. നാം വളരുന്നതിനൊപ്പം നമ്മുടെ വീടും വലുതാവാറുണ്ടോ? വീട് വലുതാവുന്നു എന്ന ഈ കഥ വായിക്കൂ. വീട് വലുതാവുന്നു. അമ്മുക്കുട്ടി ഒരു വീട് വരച്ചു. കൊച്ചു വീട്. ഇതെൻ്റെ പുന്നാര വീട്. ഈ വീട്ടിൽ ഞാൻ മാത്രം. അപ്പോൾ ഞങ്ങളോ? അച്ഛനും അമ്മയുമാണ്. പിന്നെന്താ, അവൾ വീട് ഇത്തിരി വലുതാക്കി. ഞാനെവിടെ പോകും? ഏട്ടനുണ്ട് മുഖം വീർപ്പിച്ച്. പാവം ഏട്ടൻ. വീട് പിന്നെയും വലുതായി. മ്യാവൂ മ്യാവൂ, കുറിഞ്ഞിപ്പൂച്ചയും കുഞ്ഞിപ്പൂച്ചകളും. അവർ എവിടെ പോകാൻ? കോലായ നീട്ടി പൂച്ചക്കൂടാക്കി. തത്തമ്മേ, പൂച്ച പൂച്ച. കൂട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങി രാരിത്തത്തമ്മ. മറന്നു. രാരിത്തത്തമ്മയ്ക്കും കിട്ടി വീട്ടിൽ ഇത്തിരി സ്ഥലം. അമ്മുക്കുട്ടിയുടെ ചെറിയ വീട് വലുതായി. ഇപ്പോൾ ഞങ്ങളെ വേണ്ടല്ലേ? അയൽക്കാരായാലും സ്വന്തം പോലല്ലേ? കൂട്ടുകാർ, അയൽക്കാർ, ഈച്ച, പൂച്ച, പൂമ്പാറ്റ, കോഴി, ഉറുമ്പ്, പാമ്പ്, പറവകൾ എല്ലാമുണ്ട്. ഇപ്പോഴിത് കൊച്ചു വീടേ അല്ല, വലിയ ഒരു വീട്. ഇപ്പോഴാണ് ഇതൊരു വീടായത്. അമ്മുക്കുട്ടി വീടിൻ്റെ ചന്തം നോക്കി. താൻ മാത്രമുള്ള വീട് എത്ര വിരസം. എല്ലാവരും വന്നപ്പോൾ എത്ര രസം. അപ്പോഴൊരു തണുത്ത കാറ്റ് വീശി. പിന്നാലെ മഴയും തുടങ്ങി. നനയാതിരിക്കാൻ വലിയൊരു കുട വരച്ചുണ്ടാക്കി അമ്മുക്കുട്ടി. തരിമ്പം നനഞ്ഞില്ല ആരും. എൻ്റെ വീടല്ല, നമ്മുടെ വീട്. അമ്മുക്കുട്ടി തിരുത്തി. അവരെല്ലാം ചേർന്ന് ആടിപ്പാടി. അവളും അവർക്കൊപ്പം കൂടി. അമ്മുക്കുട്ടിയൊരു നല്ല മോള്, നമ്മുടെ വീടൊരു നല്ല വീട്. ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെ വീട് വലുതാവുന്നു എന്ന കൃതിയിൽ നിന്നെടുത്ത പാഠഭാഗം. പഠന പ്രവർത്തനങ്ങൾ നോക്കാം. അമ്മുക്കുട്ടി മാത്രമുള്ള വീടാണോ അതോ എല്ലാവരുമുള്ള വീടാണോ നിങ്ങൾക്കിഷ്ടമായത്? എന്തുകൊണ്ട്? എല്ലാവരുമുള്ള വീടാണ് എനിക്കിഷ്ടമായത്. വീട്ടുകാരും കൂട്ടുകാരും പക്ഷികളും മൃഗങ്ങളും എല്ലാമുള്ള വീടാണ് നമുക്ക് വേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. വീട് വലുതാവുന്നു എന്നാണ് കഥയുടെ പേര്. എന്തിനാണ് വീട് ഇങ്ങനെ വലുതാക്കിയത്? വീട്ടുകാർക്കും കൂട്ടുകാർക്കും അയൽക്കാർക്കും ഈച്ച, പൂച്ച, പൂമ്പാറ്റ, കോഴി, ഉറുമ്പ്, പാമ്പ്, പറവകൾ തുടങ്ങിയ ജീവജാലങ്ങൾക്കും സ്ഥലം കൊടുക്കാനാണ് വീട് വലുതാക്കിയത്. വീട്ടിൽ സ്ഥലം വർദ്ധിപ്പിച്ചാൽ മാത്രം വീട് വലുതാവുമോ? ശരിക്കും വീട് വലുതാവുന്നത് എപ്പോഴാണ്? ചർച്ച ചെയ്യൂ. വീട്ടിൽ സ്ഥലം വർദ്ധിപ്പിച്ചാൽ മാത്രം വീട് വലുതാവില്ല. വീട്ടിൽ താമസക്കാരുണ്ടാകണം. അവർ ഐക്യത്തോടെ കഴിയുകയും വേണം. അപ്പോഴാണ് വീട് ശരിക്കും വലുതാവുന്നത്. ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞ നാളിൽ എന്ന കവിത ടീച്ചർ ചൊല്ലിത്തന്നല്ലോ. ആ കവിതയിൽ വരികൾ കൂട്ടിച്ചേർക്കൂ. ഒറ്റയ്ക്കിരുന്നു മുഷിഞ്ഞ നാളിൽ അമ്മു ചെറിയൊരു വീട് വച്ചു. പാറിപ്പറക്കും കിളികൾ വന്നു, മൂളിപ്പറക്കും വണ്ടു വന്നു, ചാടി നടക്കും മുയൽ വന്നു, പമ്മി വരുന്നൊരു പൂച്ച വന്നു, ചുണ്ടു ചുവന്നൊരു തത്ത വന്നു, കിയോ കിയോ കോഴി വന്നു. ആരെല്ലാമാണ് ഭൂമിയുടെ അവകാശികൾ? കഥയെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്ത് കണ്ടെത്തൂ. മനുഷ്യർക്ക് മാത്രമല്ല, പക്ഷികൾക്കും പ്രാണികൾക്കും സസ്യങ്ങൾക്കും കൂടി ഇടമുള്ള വിശാലമായ പ്രപഞ്ചമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വീടെന്ന് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. സ്വന്തം വീടിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊപ്പം വീടും വലുതാകുന്നത്. സഹജീവി സ്നേഹത്തിലൂടെയും പ്രകൃതി സംരക്ഷണത്തിലൂടെയും മാത്രമേ ഈ ലോകത്തെ മനോഹരമായ ഒരു വാസസ്ഥലമാക്കി മാറ്റാൻ കഴിയൂ എന്ന സന്ദേശമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. കണ്ടെത്തിയ കാര്യങ്ങൾ ചേർത്ത് പോസ്റ്റർ തയ്യാറാക്കൂ. പിണങ്ങി, ഇറങ്ങി എന്നീ വാക്കുകൾ ചേർന്നതാണ് പിണങ്ങി ഇറങ്ങി എന്ന ഒറ്റ വാക്ക്. ഇതുപോലെ ഒന്നിലധികം വാക്കുകൾ ചേർന്ന് വരുന്ന മറ്റേതെല്ലാം വാക്കുകൾ കണ്ടെത്താനാവും? വീട് ഇത്തിരി, വീടിത്തിരി. ഞാൻ എവിടെ, ഞാനെവിടെ. വലുത് ആയി, വലുതായി. വലിയ ഒരു, വലിയൊരു. വരച്ച് ഉണ്ടാക്കി, വരച്ചുണ്ടാക്കി. ആടി പാടി, ആടിപ്പാടി.